ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഏർലി മോർണിംഗ് 5 o'clock നമ്മൾ മഡ്ഗോവ റെയിൽവേ സ്റ്റേഷനിലെത്തി. അതായത് നമ്മൾ ഗോവയിലെത്തി ഗായ്സ്. അപ്പോൾ ഗോവയിൽ ഫസ്റ്റ് ടൈമാണെന്ന് ചോദിച്ചാൽ അല്ല, പക്ഷേ ഞാൻ കുഞ്ഞിലെ ഒരു പ്രാവശ്യം ഗോവയിൽ വന്നിട്ടുണ്ട്. പക്ഷേ എനിക്കതൊന്നും ഓർമ്മയില്ല ഗായ്സ്. അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് ഇറങ്ങുമ്പോൾ തന്നെ ആ ഒരു ഗോവ വൈബും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും കേട്ടോ. നമ്മളൊരു നോർമൽ റെയിൽവേ സ്റ്റേഷൻ ഫീലൊന്നും അല്ല. എന്തോ നമ്മൾ വീഡിയോസിലും ഷോർട്സിലൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു ഗോവ ഉണ്ടല്ലോ, നമ്മളെ മൈൻഡിലുള്ള അതൊന്ന് കാണാൻ പറ്റും നമുക്ക്. പിന്നെ അതുപോലെ നമ്മൾ പാക്കേജ് വഴിയാണ് വന്നത്. അപ്പോൾ വാപ്പയുടെ സ്കൂളിലെ ടീച്ചേഴ്സും അവരുടെ മക്കളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാണ് ഒരു ലോങ് വ്യൂ എന്ന് പറയുന്നത് നമ്മളെ മഡ്ഗോവ റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള. അപ്പോൾ രാവിലെ തന്നെ നമുക്കൊരു റൂമുണ്ട്. റൂമിൽ പോയിട്ട് ഒന്ന് ഫ്രഷപ്പ് ആയിട്ട് വേണം നമുക്ക് നേരെ ഓരോ സ്ഥലങ്ങളൊക്കെ കാണാൻ പോകാനും ഫുഡൊക്കെ കഴിക്കാനും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് താണ്ട് ശരവടയെന്ന് പറഞ്ഞൊന്ന് റെഡി ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇനി നമ്മൾ നേരെ പോകുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ കൂടെ ഉള്ള എല്ലാവരും ഒരുങ്ങി എല്ലാം അടിപൊളിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇനി ഫസ്റ്റ് നമ്മൾ ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷമാണ് നമ്മൾ ട്രാവലറിനകത്ത് നമ്മൾ ഓരോ പ്ലേസസ് ഒക്കെ കാണാൻ പോകുന്നത്. ഹായ്. അങ്ങനെ ഫുഡ് കഴിച്ചതിന് ശേഷം രാവിലെ ആണ്ട് തന്നെ കുറച്ച് ഷോപ്പുകളും കാര്യങ്ങളൊന്നും തുടർന്നില്ലായിരുന്നു. ഭയങ്കര വെയിലായിരുന്നു കേസ്. അതുകൊണ്ട് തന്നെ കുഞ്ഞ് ഷോപ്പിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഇവരെല്ലാവരും കൂടി ഇവിടെ നിൽക്കുവാണ് കേട്ടോ. അങ്ങനെ ആ ഒരു വൈബിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഭയങ്കര വെയിലായിരുന്നു ഗൈസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഈ ക്യാപ്പും കാര്യങ്ങളും പിന്നെ കുറച്ച് വെറൈറ്റീസ് ആയിട്ടുള്ള കുറച്ച് ജുവലറീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര വെയിലായതുകൊണ്ട് തന്നെ ഞാൻ പയ്യെ അവിടെ നിന്ന് നടന്ന് ബസ്സിൽ വന്നിരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ വന്നിരുന്നപ്പോഴത്തേക്കും രണ്ട് സാധനങ്ങൾ മിസ്സ് വാങ്ങിച്ച ഒരു തൊപ്പിയാണ് കേട്ടോ. ആ ഒരു തൊപ്പിയൊക്കെ കാണിച്ചു. പിന്നെ അത് ബാക്കി മാലയൊക്കെ വാങ്ങിച്ച് കൈ വെച്ചുകൊണ്ട് വരുന്നുണ്ട് ഗൈസ്. എന്താ നൈസ് മാല, ഭയങ്കര ആ ജ്വല്ലറീസൊക്കെ മീൻസ് ഗോവ ആ ഒരു വൈബ് ജ്വല്ലറീസൊക്കെയാണ് അവിടെ. ഭയങ്കര വെയിറ്റാണ് അതിൻ്റെ സ്റ്റോണും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും എനിക്ക് ആ മാലയ്ക്ക് പുതിയ മാലയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. നല്ല സുന്ദരിയും സുമുഖിയായ നമ്മൾ നടന്നു പൊക്കോണ്ടിരിക്കുന്നു. ബൈ. ഹലോ. ഓക്കെ. അവളെന്തേ അപ്പോൾ ആദ്യം നമ്മളെ സ്പോട്ട് എന്ന് പറയുന്നത് അഗോഡ ഫോർട്ടാണ്. അപ്പോൾ ഇത് ഏഷ്യയിലെ തന്നെ നല്ല പഴക്കം ചെന്ന ഒരു ബിൽഡിങ്സ് കാര്യങ്ങളില്ലേ, അപ്പോൾ അതിൻ്റെ ഒരു മെയിൻ ഐറ്റമാണ് ഈ ഒരു നമ്മളെ നോർത്ത് ഗോവയിലുള്ള ഈ ഒരു അഗോഡ ഫോർട്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്ന ഒരു ലൈറ്റ് ഹൗസും കാര്യങ്ങളാണ്. അതിനിപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് കയറാനുള്ള എൻട്രൻസ് ഫീസ് എന്ന് പറയുന്നത് ഒരു 25 rupees ഉള്ളൂ കേട്ടോ. അപ്പം അടിപൊളിയാണ് കാണാനൊക്കെ. ഭയങ്കര പഴക്കം ചെന്ന ഒരു നൈസാണ് കേസ്. അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം കുറച്ച് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ കയറിയിട്ട് വേണം നമുക്ക് ഈ ഒരു ഞാൻ പറഞ്ഞ മെയിൻ ആയിട്ടുള്ള ലൈറ്റ് ഹൗസും പിന്നെ അതുപോലെ കുറച്ച് ജലസംഭരണികളൊക്കെ ഉണ്ട് കേട്ടോ. പഴയ ഈ യുദ്ധത്തിന് വരുന്ന ടൈമിൽ ഈ ജലസംഭരണി അങ്ങനത്തെ ഉള്ള ആ ഒരു ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കാണാനെങ്കിൽ ഇഷ്ടംപോലെ നമ്മൾ ആ ഒരു ടൈമാണ് തന്നെ അത്യാവശ്യം നല്ല ടൂറിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. ഇതാണ് ഈ പറയുന്ന മെയിൻ ഒരു ലൈറ്റ് ഹൗസ് എന്ന് പറയുന്നത്. ഒരു 4 നിലയോളം ഉണ്ട് കേട്ടോ ആ ഒരു ലൈറ്റ് ഹൗസിന്. പിന്നെ അതുപോലെ അത്യാവശ്യം നല്ല ആൾക്കാരും ഉണ്ടായിരുന്നു. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ജലസംഭരണി എന്ന് പറയുന്നത്. അപ്പം ഇതെങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. എന്നാലും ജലസംഭരണി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ ചെറുതായിട്ടൊന്ന് ചെന്ന് ഓപ്പണൊക്കെ ചെയ്ത് നോക്കി ഗൈസ്. അപ്പം ഭയങ്കര
അവിടുന്ന് എന്തോ എനിക്കറിയാൻ വയ്യ, കറക്റ്റായിട്ടൊന്നും പറയാൻ അറിയത്തില്ല. അപ്പോൾ ഇതാണ് ആ ഒരു കറക്റ്റ് ഒരു അഗോഡ ഫോർട്ടിലുള്ള വ്യൂവും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ കുറേ നേരം ഫോട്ടോസൊക്കെ എടുത്തു. അപ്പം എടുത്ത് നല്ല വെയിലാണ് കേട്ടോ. ഏത് സ്ഥലത്ത് നിന്നാലും ഗോവയിൽ ആ ഒരു വെയിലുണ്ട്. ഇനി ആ ഒരു സീസണിലൊക്കെ പോകുമ്പോൾ ഉള്ള കാര്യം എനിക്കറിഞ്ഞൂടാ, പക്ഷേ നമ്മൾ ചെന്ന ടൈമിൽ ഫുൾ വെയിലാണ്. രാവിലെ തന്നെ നമ്മൾ വെയിൽ കൊണ്ട് മരിക്കും. അങ്ങനെ ആ ഒരു ഫുൾ അവിടെ നടന്ന് ഫുൾ വൈബടിച്ചതിന് ശേഷം നമ്മൾ റെസ്റ്റ് എടുക്കാൻ വേണ്ടി കുറച്ച് നേരം ഇവിടെയൊക്കെ ഇരുന്നു. അത് കഴിഞ്ഞ ശേഷം നമ്മൾ നേരെ പോയതെന്ന് വെച്ചാൽ ലോവർ ഫോർട്ട് അഗോഡയിലാണ് കേട്ടോ. അതും ഇതുപോലെ സെയിം ഒരു ഓൾഡ് വൈബുള്ള ഒരു സ്ഥലമാണ്. നമ്മൾ മുമ്പേ കറക്റ്റ് ആ ലൈറ്റ് ഹൗസിൽ പോയ ഫീൽ തന്നെയാണ് ഇത് വെച്ചാൽ കുറച്ച് താഴോട്ടൊരു ഒരു ലോവർ ലെവൽ ഒക്കെ പോലെ ഫീൽ ചെയ്യും ഗൈസ് നമുക്ക്. അവിടെ നിന്നുള്ള വ്യൂസും നല്ല അടിപൊളിയാണ്. നല്ല അടിപൊളി വ്യൂസാണ് ഗൈസ്. അത് വ്യൂ ഒന്നും ഒരു രക്ഷയില്ല. നമുക്ക് ഇവിടെ വന്ന് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ടെങ്കിൽ അടിപൊളിയാണ്. മറ്റേ നമ്മൾ ആനന്ദം ഫിലിമിലൊക്കെ ഉള്ള ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ ഇല്ല, അത് കിട്ടും നമുക്ക് നന്നായിട്ട്. അങ്ങനെ ഇവിടുത്തെ വൈബ് കഴിഞ്ഞ ശേഷം അപ്പോഴത്തേക്കും ഉച്ചയായി ഗൈസ്. അങ്ങനെ നമ്മൾ റൂമിലൊക്കെ ചെന്ന് വീണ്ടും ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം പോകാമെന്ന് വിചാരിച്ചു. ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെ നമ്മൾ തൻ്റെ റൂമിലെത്തി ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മൾ റൂമും കാര്യങ്ങളൊക്കെ. അത്യാവശ്യം നമ്മളെ പാക്കേജിനകത്ത് വരുന്നത് 3 സ്റ്റാർ ഹോട്ടൽ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു 3 സ്റ്റാർ ഹോട്ടലിൻ്റെ വൈബ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ല എന്ന് ചോദിച്ചാൽ ഇല്ല, എന്തോ അങ്ങനെ. പിന്നെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ ഈ വീഡിയോസിലൊക്കെ കാണുമ്പോൾ ഈ കട്ടനം കൂടെ മാറ്റുമ്പോഴത്തേക്കും നല്ല വ്യൂ. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും ഇല്ല ഗൈസ്, ഒരു പഴയ ബിൽഡിംഗ് വ്യൂ ഒക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചു കട്ടൻ മാറ്റണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ ടോയ്ലറ്റിലോട്ട് പോയി. ടോയ്ലറ്റിലും അത്യാവശ്യം കൊള്ളാം. ഈ സാധാരണ ഈ വ്ലോഗൊക്കെ ചെയ്യുമ്പം ടോയ്ലറ്റ് റൂം ഇതൊക്കെ കാണിക്കലാണല്ലോ ഗൈസ് പതിവ്, അതുപോലെ ഞാനും ചെയ്തതാണ്. അപ്പം അത്രേ ഉള്ളൂ. അപ്പം ഇങ്ങനെ നമ്മൾ ഇതൊക്കെയാണ് ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ. അങ്ങനെ റൂം ചോദിച്ചാൽ നല്ല അടിപൊളി റൂമാണ്. പിന്നെ അത് കഴിഞ്ഞ ശേഷം നമ്മൾ കുറച്ച് റെസ്റ്റൊക്കെ എടുക്കാൻ വേണ്ടി പോവാണ് ഗൈസ്. ഹലോ എല്ലാവരും വരുന്നുണ്ട്. അമ്മ ഇറങ്ങുവാ. അങ്ങനെ ഈ പൂൾ കണ്ട് പ്രാന്തായെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഗൈസ്. അങ്ങനെ പൂളത്തെ വൈബിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ പെട്ടെന്ന് റെഡിയായിട്ട് അടുത്ത സ്പോട്ടിൽ പോകണം. അതിന് മുന്നേ ആയിട്ട് നമുക്ക് ലഞ്ച് കഴിക്കണം. അപ്പോൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി നമ്മൾ വേറൊരു ഹോട്ടലിലാണ് കേട്ടോ. രാവിലെ പോയ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയ സ്ഥലമല്ല, ഇത് വേറൊരു സ്ഥലമാണ്. അങ്ങനെ അവിടെ എത്തിയതിന് ശേഷം നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ പോവാണ് ഗൈസ്. അപ്പോൾ ഇനി ബാക്കി ഫുഡൊക്കെ കഴിച്ചിട്ട് കാണാം. സൈഡ് ആ പീസ് സംഭവം അച്ചാറില്ലേ. ഫുഡൊക്കെ സന്തോഷം. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഭയങ്കര നല്ല വ്യൂ ആണ് ഗൈസ് കേട്ടോ. നൈറ്റൊക്കെ ആകുമ്പോഴത്തേക്കും ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയാണെന്ന് എനിക്ക് തോന്നി. സംഭവം നല്ല കൊള്ളായിരുന്നു. ഇനി നമ്മുടെ സെക്കൻഡ് സ്പോട്ട് ഫുഡ് കഴിച്ചിട്ട് നമ്മൾ നേരെ വന്നത് ചപ്പോറ ഫോർട്ടിലേക്കാണ്. ചപ്പോറ ഫോർട്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് നടക്കാനുണ്ട് ഗൈസ്. അപ്പോൾ എൻ്റെ കൂടെയുള്ള ടീമുകളൊക്കെ അതാ അവിടെ നിന്ന് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ സൈഡിൽ കാണുന്ന ചപ്പോറ റിവറാണ്. അപ്പോൾ ഇവിടെ തന്നെ പിന്നെ അതുപോലെ വാഗട്ടൂർ ക്ലിഫ് ബീച്ചും ഉണ്ട് കേട്ടോ വേറൊരു സൈഡിലോട്ട്. നമ്മൾ വന്നിറങ്ങിയ മഡ്ഗോവ റെയിൽവേ സ്റ്റേഷനിലെ അവിടെ നിന്ന് ഒരു 53 കിലോമീറ്റേഴ്സാണ് ഈ ഒരു ചപ്പോറ ഫോർട്ടിലേക്കുള്ളത്. അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല പോലെ നടന്ന് കയറി വരുമ്പോൾ ഉള്ളൊരു വ്യൂ എന്ന് പറയുന്നത് ഗൈസ് ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. ഭയങ്കര കാറ്റും കാര്യങ്ങളുമാണ്. പ്രത്യേകിച്ച് എൻട്രി ഫീസോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. നമുക്ക് ജസ്റ്റ് എൻജോയ് വൈബിങ്ങിനായിട്ട് സ്ഥലമൊക്കെ കാണാനാണെങ്കിൽ നല്ല ബെസ്റ്റ് പ്ലേസ് ആണ് ചപ്പോറ ഫോർട്ട് എന്ന് പറയുന്നത്. നല്ല അടിപൊളി വ്യൂ ആണ് ഗൈസ്. ഇവിടെ നിന്നൊരു കാറ്റെന്നൊക്കെ പറഞ്ഞുകൊണ്ടല്ലോ ഗൈസ് പറപ്പിക്കും അത്രയ്ക്ക്. അപ്പോൾ അത് ഈ കാറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഷോർട്സ് ആയിട്ട് ഇടുന്നതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് നമ്മൾ ദിൽ ചാത്താ ഹേ ഫിലിമിനകത്ത് അമീർ ഖാൻ ഇരിക്കുന്ന ഒരു ഇതുണ്ടല്ലോ, ഞാൻ സൈഡിൽ കൊടുത്തേക്കാം ഗൈസ്. അപ്പോൾ ആ ഒരു സീനൊക്കെ ഷൂട്ട് ചെയ്തത് ഇവിടെ വെച്ചിട്ടാണ്.
അപ്പോൾ ഇതോ ആ കാണുന്നതാണ് വാഗട്ടൂർ ക്ലിഫ് ബീച്ച് എന്ന് പറയുന്നത് കേട്ടോ. ഭയങ്കര കാറ്റാണ് ഗൈസ്, ഒരു രക്ഷയില്ലാത്ത കാറ്റാണ്, ഭയങ്കര രസമാണ് കേട്ടോ. ഇവിടെ നമ്മൾ കുറച്ച് സാഹസികത, കുറച്ച് അഡ്വഞ്ചറസ് ഒക്കെ ആയിട്ടാണ് നമ്മളുടെ ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. അപ്പം നൈസാണ് ഗൈസ്, അപ്പം അടിപൊളിയാണ്. അങ്ങനെ വാഗട്ടൂർ ബീച്ചിലെ പരിപാടി കഴിഞ്ഞിട്ട് നമ്മൾ നേരെ എത്തിയത് ബാഗ ബീച്ചിലോട്ടാണ് ഗൈസ്. അതായത് ഗോവയിലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ബീച്ചാണ്. നല്ല അടിപൊളി എൻജോയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഒരു അടിപൊളി ബീച്ചാണ് ഗൈസ്. നമ്മളെ ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലത്തെ ഒരു ബീച്ചിലൊക്കെ വന്നില്ലെങ്കിൽ ഭയങ്കര നഷ്ടമാണ് ഗൈസ്. എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് അതാണ്. നമ്മൾ ഇവിടെ നിന്നും പോയിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഗോ ആൻഡ് എൻജോയ്. ഒരു രക്ഷയില്ല. പിന്നെന്താ അടിപൊളിയാണ് ഗൈസ്, ഒരു രക്ഷയില്ല. പിന്നെ നിങ്ങൾ ബാക്കി കണ്ടിട്ടൊക്കെ വാ. എനിക്കൊന്നും പറയാനില്ല ഈ ഒരു ബീച്ചിനെ പറ്റിയൊക്കെ. അത്രയ്ക്ക് അടിപൊളിയാണ്, അടിപൊളി, ഒരു രക്ഷയില്ല ഗൈസ്. അപ്പോൾ അത്യാവശ്യം ഒരു നൈറ്റ് വരെ നമ്മൾ ബാഗ ബീച്ചിലുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കൂടുതൽ വീഡിയോസും കാര്യങ്ങളൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ എൻജോയ് ചെയ്യണമല്ലോ. എന്തായാലും വന്നിട്ട് പിന്നെ ഫുൾ ഫോൺ വെച്ച് ബ്ലോഗ് എടുത്ത് നടക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ കുറേയൊക്കെ എൻജോയ് ചെയ്തു ഗൈസ്. അടിപൊളിയാണ്. പിന്നെ നമ്മൾ നെക്സ്റ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഗൈസ്. സ്പൂൺ ചോദിച്ചിട്ടുണ്ട്, സ്പൂൺ കൊണ്ട് കൊടുത്തു. അപ്പോൾ ഇപ്പം നിങ്ങൾ കാണുന്നത് നമ്മുടെ ഡിന്നറാണ് കേട്ടോ. അപ്പം കുറച്ച് ഫുഡൊക്കെ കഴിഞ്ഞു പോയായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ കുറച്ച് വെയിറ്റൊക്കെ ചെയ്തതിന് ശേഷമാണ് നെക്സ്റ്റ് ട്രിപ്പ് നമുക്ക് ഫുഡൊക്കെ കിട്ടി. പിന്നെ പായസമൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. നല്ല അടിപൊളി പായസമായിരുന്നു കേട്ടോ. ഞാൻ അങ്ങനെ വലിയൊരു പായസ ഫാൻ അല്ല, പക്ഷേ എനിക്കെന്തോ ഈ പായസം ഇഷ്ടപ്പെട്ടു ഗൈസ്. ഞാൻ കുറച്ച് കുടിച്ചായിരുന്നു. അപ്പോൾ ഡിന്നറൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് നൈറ്റ് എന്ന് പറയുന്നത് ഷോപ്പിംഗ് ആണ് ഗൈസ് കേട്ടോ. കുഞ്ഞു ഷോപ്പിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഉമ്മ എല്ലാം ഫുഡ് കഴിക്കാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് വേണം നമുക്ക് നേരെ ഷോപ്പിങ്ങിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ കുറച്ച് ഫ്രഷായി നല്ല പവറൊക്കെ ആയതിന് ശേഷം നമ്മൾ ഷോപ്പ് ചെയ്യാൻ വേണ്ടി പോയി. ഷോപ്പൊക്കെ ചെയ്ത് കുറച്ച് നല്ല സ്വീറ്റ്സും പിന്നെ നല്ല ഫുഡ് കഴിക്കുന്ന കുറേ ഐറ്റംസൊക്കെ നമ്മൾ വാങ്ങിച്ചു ഗൈസ്. സ്വീറ്റ്സ് പിന്നെ അതുപോലെ കുറേ വെറൈറ്റി ഗോവ സ്വീറ്റ്സൊക്കെ ഉണ്ടല്ലോ. അതിനൊന്നും അത്ര മധുരമൊന്നും ഇല്ലെങ്കിലും എന്തോ കുറച്ച് ഹെൽത്തി അങ്ങനത്തുള്ള എന്തോ ഐറ്റംസൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ കുറേ അതൊക്കെ വാങ്ങി. പിന്നെ കുറച്ച് അല്ലറ ചില്ലറ ഐറ്റംസൊക്കെ വാങ്ങിച്ച് നമ്മൾ എന്തായാലും ഡേ 1 നമ്മൾ നല്ല സന്തോഷപൂർവ്വം അവസാനിപ്പിക്കുകയാണ് ഗൈസ്. അങ്ങനെ വലിയ ഒരു ദിവസം നമ്മൾ കുറച്ച് സമാധാനപരമായിട്ട് ട്രാവൽ ചെയ്ത് പോകുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു. പിന്നെ ഗോവയിൽ ഫുൾ കാര്യങ്ങളെല്ലാം കണ്ടോന്ന് ചോദിച്ചാൽ കണ്ടില്ല. ഇനി നമുക്ക് ഒരു ഡേയും കൂടെ ഉണ്ട് ഗൈസ്. അപ്പോൾ ആ വ്ളോഗ് എന്തായാലും വരുന്നതായിരിക്കും, ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും സ്റ്റേ ട്യൂൺ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ടാറ്റാ, ബൈ.